നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലയാളി കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട സേതുലക്ഷ്മി അമ്മയുടെ അടുത്താണ്. നാടകം, സിനിമ, സീരിയൽ അങ്ങനെ തുടങ്ങിയ വിവിധ മേഖലകളിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര എന്ന് തന്നെ പറയാം. അഭിനയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സേതുലക്ഷ്മി അമ്മയുടെ അടുത്താണ്. അമ്മ നമസ്കാരം. അമ്മ ഈ നാടകത്തിൽ എങ്ങനെയായിരുന്നു എത്തപ്പെട്ടത്? ഞാൻ കൊഞ്ച് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഡാൻസ് പഠിച്ചായിരുന്നു. ട്രിവാൻഡ്രത്ത് ഞാൻ നാട്ടിൻപുറത്തുകാരിയാണ്, അതുകൂടെ ആദ്യം പറയാം. അപ്പോൾ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ കുറേ പിള്ളേർ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു കുട്ടി അവിടെ പിന്നെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞിങ്ങനെ വലുതായി വന്നു. ഞാൻ കുറച്ചും കൂടെ വന്നു. അപ്പോൾ ഫീസൊക്കെ ഒന്ന് കുറവായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞു. എൻ്റെ അച്ഛൻ മിലിറ്ററി ആയിരുന്നു. അപ്പം എൻ്റെ അമ്മാമ്മൻ്റെ വീട്ടിലായിരുന്നു പിള്ളേർ 10-25 പിള്ളേരെയൊക്കെ ചേർത്ത് പഠിപ്പിച്ചത്. എന്നെ അച്ഛൻ്റെ അനുവാദം കൂടാതെ എന്നെ എൻ്റെ അനിയത്തിയെ പഠിപ്പിക്കാനൊക്കത്തില്ല അച്ഛൻ. അപ്പം പറഞ്ഞു, അറിയാ എങ്ങനെയാ പിന്നെ നിനക്ക് പഠിക്കണോ? ഞാനിങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് സ്റ്റെപ്പ് പഠിപ്പിച്ചു തുടങ്ങി. അപ്പം ഞാനും കൂടെ ചെന്നിട്ട് അപ്പം കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കുന്നത് സാറ്, എടുത്ത കൈ പൊക്കി വെക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറിയെന്ന് അമ്മാവൻ ശ്രദ്ധിക്കുന്നേ അറിയുന്നില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അപ്പം കണ്ണങ്ങോട്ട് പോട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പഠിക്കുന്നത്. അപ്പം അമ്മാവൻ നിനക്ക് പഠിക്കണോ? പഠിക്കണം. അത് നിന്നെ അച്ഛൻ്റെ പേര് ജനാർദ്ദനം പറയാതെ എങ്ങനെ പഠിക്കുന്ന ഞാൻ ചോദിക്കട്ടെ. എങ്ങനെ ചോദിച്ചറിഞ്ഞ് പഠിക്കാൻ പറഞ്ഞു. അളിയന് ഇഷ്ടമാണെങ്കിൽ പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ച് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജ്, അവിടെ ഈ ട്രിവാൻഡ്രത്ത് നിന്നൊരു കുട്ടി വന്നത് അവിടെ പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. ഇതൊരു ഡാൻസായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളൊക്കെ ഒതുങ്ങി ഡാൻസ് ചെയ്ത്. ഈ കുട്ടി ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി ഡാൻസ്. അപ്പോൾ ശിവ കൊള്ളാമല്ലേ, എനിക്കും കൂടെ. അപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ അമ്മ എനിക്ക് ഇവരുടെ കൂടെ പോയി പഠിക്കണം അവിടെ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അച്ഛൻ്റെ ചോദിക്കാതെ അങ്ങനെ പിന്നെ അത് അനുവാദം വാങ്ങിച്ച് കുറേ പേര് സമ്മതിച്ചില്ല, കുറേ പേര് സമ്മതിച്ച്. അങ്ങനെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ തിരുവനന്തപുരത്ത് എനിക്കൊരു ബന്ധു വീടുണ്ട്. അവിടെ കൊച്ചുകുട്ടിയല്ലേ, 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴേ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ വന്നു. പിന്നെ സ്കൂളിൽ പിന്നെ ചേർന്ന് പഠിച്ച് നടനഭൂഷണം പാസ്സായതാണ് ഞാൻ. അതാണ് എൻ്റെ കലാകാരിയായത്. അതിലൊരുപാട് വിഷമങ്ങൾ. കലാകാരിയായി മതി, കുറേ പേര് മതി, ആഗ്രഹത്തിനൊക്കെ പഠിച്ച് ഇനി വേണ്ട, മതി എനിക്ക് പോരാ. അപ്പം മാഷ് എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ഡാൻസിനൊക്കെ കൊണ്ടു. അവിടെയൊക്കെ ഞാനാണ് നല്ലത്, നല്ല എക്സ്പ്രഷനൊക്കെ ഉള്ളത്. എങ്ങനെയോ എനിക്ക് കിട്ടി. ചിലപ്പം ഞാൻ പറയും, എൻ്റെ ജീവിതാനുഭവമാണിത്, ചിലപ്പോൾ ഒക്കെ ഞാൻ പറയും, എൻ്റെ കഷ്ടകാലത്തിനാണല്ലോ അങ്ങനെയെന്ന് പറയും. ഇപ്പോഴത്തെ എൻ്റെ ജീവിതം വെച്ച് ഞാൻ പറയും, ലോകം എല്ലാം എന്നെ അറിയും. അവരെല്ലാം പറയുന്നത്, ഒരു കിഷോർ എന്നാണ് അവൻ കോമഡിക്കാരനാണ്. കിഷോറിൻ്റെ മാത്രം അമ്മയല്ല, എൻ്റെ മാത്രം അമ്മയല്ല, സീരിയലുകാരുടെ മാത്രം അമ്മയല്ല, നമ്മുടെ ലോകത്തിൻ്റെ അമ്മയാണിതെന്നാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് അത്ര വലിയ പണമൊന്നുമില്ല, ഇതിൻ്റെ വരുമാനം. എൻ്റെ വീട്ടുകാർ ജന്മി അതുപോലെ ഭൂമിയും അതും ഇതുമൊക്കെ എനിക്കൊന്നും തന്നില്ല. അങ്ങനെ അതെല്ലാവർക്കും അറിയാം. എപ്പോഴും പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ട് പിന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ല. അച്ഛൻ മരിച്ചു. അങ്ങനെ ഒത്തിരി പറയാൻ എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. അതൊന്നും ഇത്രയൊക്കെ പറയും ഞാൻ. ആദ്യമൊക്കെ നല്ല രീതിയിൽ ജീവിച്ച്, അപ്പം ഇഷ്ടപ്പെട്ട ആളിനെ വിചാരിച്ച് എനിക്ക് അവിടെ നിന്ന് സ്വത്തൊക്കെ തരുന്നു. എന്നെ പിന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഞാൻ ജീവിക്കുന്നു, നാടകത്തിന് പോകണു, അങ്ങനെ ഒന്ന് കഷ്ടപ്പെടുന്നു, വളരെ വളരെ കഷ്ടപ്പെട്ട്. ഞാൻ കൊണ്ടുവേണം ജീവിക്കാൻ. പക്ഷേ ഇയാൾക്ക് പിന്നെ മനസ്സ് മടിച്ച്, മാനസികമായിട്ട് അയാൾക്കൊന്നുമില്ലാത്ത ആളാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ പിന്നെ പ്രസവമായി. ഒരു മോളായി, 2 മോളായി. മൂത്ത മോള് ബ്ലഡ് ക്യാൻസറായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം അത് കുട്ടി മരിച്ചുപോയി. 2ാമത്തെ ആൾ അവിടെ പാലായിൽ. 3ാമത്തെ മോളാണ് ഇവിടെ ഉള്ളത്. 4ാമത്തതാണ് മോൻ്റെ കിഡ്നിയും പോയി. 2 കിഡ്നിയും പോയതിന് ശേഷം PRSൽ വേറെ ഏതോ ഒരു ഹോസ്പിറ്റലായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ എന്നെ ഡയാലിസിസ് ഉണ്ടെന്ന്. അപ്പം ശരി, ആ ഹോസ്പിറ്റലിൽ പോരാ. പിന്നെ എനിക്ക് സിനിമയും അങ്ങനെ കാലം കടന്നു പോയി. അപ്പം എൻ്റെ കാലങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം പിന്നെ അങ്ങനെയാണ് ഞാൻ നാടകത്തിൽ വന്നതിന് ശേഷമാണ്
എല്ലാവരും എന്നെ അറിഞ്ഞ് ഡാൻസ് പഠിച്ച് പാസ്സായോ നമ്മുടെ പട്ടാളം എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അച്ഛൻ പട്ടാളത്തിൻ്റെ മോള് ഭയങ്കര ഡാൻസുകാരിയാണ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ആക്കി പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം അവിടെ അമേച്വർ നാടകം ഒരു ഒരു സ്ഥലത്ത് നാടകമൊന്നുമില്ല, ഒരു സ്ഥലത്തൊരു നാടകം കളിക്കും. അന്ന് ആണുങ്ങളാണ് പെൺവേഷം കെട്ടുന്നത്, പെണ്ണുങ്ങൾ ആരും നാടകത്തിൽ ഇറങ്ങത്തില്ല. പെണ്ണുങ്ങൾക്കത് പാടില്ലാത്തൊരു കാലമായിരുന്നു. അപ്പോൾ ആ കൊച്ചിനെ ഒന്ന് വിളിച്ച് നോക്കാം എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അപ്പം കൊണ്ടുവരാൻ അടുത്താണ്. അപ്പോൾ പറഞ്ഞ് കൊണ്ടുപോകാൻ ആരുമില്ലല്ലേ, അമ്മൂമ്മ തിരുവാതിരക്കളിക്കാരി അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ അമ്മ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ വന്നിരുന്നു. എന്നിട്ട് ഞാനൊരു ഇച്ചിരി കുസൃതിയായിരുന്നു. അപ്പോൾ അമ്മൂമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ തന്നിട്ട് ഒന്നും അവിടെ നിന്ന് കഴിക്കരുത് കേട്ടോ, മുസ്ലിങ്ങളുടെ വീട്ടിലാണ്, ഒന്നും കഴിക്കരുത് കേട്ടോ. ഒന്നും കഴിക്കത്തില്ല. ആ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടം. ഈ റിഹേഴ്സൽ എടുക്കുന്ന 3-4 ദിവസം റിഹേഴ്സൽ പെട്ടെന്ന് ഞാൻ പഠിച്ച് അത് മനസ്സിലാക്കിയതാണ് ആലോചിക്കുന്നത്. അപ്പോഴത്തേക്ക് അപ്പി കൊച്ചേ ഞാൻ പറയണോ, ഞാൻ എല്ലാം നോക്കിയിട്ട് എന്നാ നല്ല പൊരിച്ചമീൻ അത് ഒക്കെ ഉണ്ടെന്ന് പറയും. നമുക്ക് പൊരിയൊക്കെ അങ്ങനെയൊന്നും വീട്ടിൽ ഇത്തിരി ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാടൊക്കെ വയ്ക്കുന്നതുകൊണ്ട് വാഴയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നത് എടുത്തുകൊണ്ട് വാഴയ്ക്ക വെട്ടിക്കൊണ്ടുവന്ന് 2 വാഴക്കൊല വളമൊന്നും ഇടാത്ത വാഴക്കൊലയാണ്. 2 കൊല തോരൻ വെച്ചാലും ശരിയാവത്തില്ല. കടുവറുപ്പൊന്നും ഇതിണക്കുള്ളൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ട് വേവിച്ച് തേങ്ങയൊക്കെ കൊണ്ട് ചതച്ച് വാരിയിട്ട് അതും ചോറും ഒക്കെയാണ് പിഴിഞ്ഞ ചൊവ്വി. സാധാരണ ഇതൊന്നും ഇപ്പോഴത്തെ ഈ ആഹാരങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതാണ് എൻ്റെ ഒരു സന്തോഷം. മുസ്ലിം വീട്ടിൽ നിന്ന് ആഹാരം തരുമല്ലോ. അയ്യോ എന്ത് രുചിയാ! മുട്ട പൊരിച്ചത്, മീൻ പൊരിച്ചത്, നല്ല മീൻകറി, പിന്നെ അതും ഇതും ഒക്കെ തരും. അപ്പോൾ ഇപ്പോഴത്തെ സീരിയൽ നടികളും സിനിമാക്കാരൊന്നും തിന്നുന്നതിനൊക്കെയല്ല ഞാൻ തിന്നുന്നത്, വാരി തിന്നും പെടുന്നതിനപ്പം അതൊക്കെ അങ്ങനെയൊന്നുമല്ല. അപ്പോഴത്തേക്ക് അമ്മൂമ്മ പെട്ടെന്ന് അപ്പം അമ്മൂമ്മ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നോളൂ. എന്താടാ എന്തൊക്കെ ഉണ്ടടാ വിശേഷം, നിൻ്റെ മറ്റോ സിംഗപ്പൂരിൽ പോയിട്ട് വന്നാടാ, അതൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കോരി ഇത് പെട്ടെന്ന് തിന്ന് കയ്യും കഴിവ് ഞാനിങ്ങ് പോരും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ അമ്മൂമ്മ ശ്രദ്ധിക്കത്തൊന്നുമില്ല, കട്ടൻ ചായ കുടിക്കത്തേ ഉള്ളതെന്ന് കൊടുക്കുമ്പോൾ. അങ്ങനെയാണ് ഞാനൊരു ഇങ്ങനെ അഭിനയത്തിലോട്ട് ചാടി ഇറങ്ങിയതും ഡാൻസിന് പോയതൊക്കെ.